ഹലോ എവ്രി വൺ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ കാലമായ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഒത്തു കിട്ടിയത്. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഷോർട്സ് കണ്ടിട്ട് വന്നവരായിരിക്കും ഇതിൽ ഭൂരിഭാഗം പേരും. അപ്പോൾ കണ്ടവർക്ക് മനസ്സിലാകും ഒരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. ഇനി കാണാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കുക്കിംഗ് വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കുള്ള കുക്കിംഗ് അല്ല കേട്ടോ, പേപ്പർ കൊണ്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്തിട്ട് ഒരു ശരിക്കുള്ള പോലെ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പേപ്പർ കൊണ്ടാണെന്ന് മാത്രം. ഞാനീ പറഞ്ഞത് കേട്ടിട്ട് കിളിപ്പോയവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷോർട്സിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ബൗളാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ബ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഒരു പേപ്പറിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും മാത്രം ഒട്ടിച്ചു കൊടുത്തിട്ട് നടുവിലെ ഭാഗം ഒട്ടിക്കാതെ വെച്ച് കൊടുക്കുക കേട്ടോ. വരയ്ക്കാൻ അറിയുന്നവർക്കൊക്കെ ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര സിമ്പിളായിരിക്കും. എനിക്ക് അങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല. ഞാൻ ആ ബൗൾ വരച്ചതിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വരയ്ക്കാൻ അറിയുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വരയ്ക്കുക. ഇനി വരയ്ക്കാൻ അറിയാത്തവരോട് പറയാനുള്ളത്, നിങ്ങളും ചെയ്യുക. ഞാനൊക്കെ ചെയ്യുന്നില്ലേ, അതിലപ്പുറത്തേക്കൊന്നുമില്ല. എനിക്കിങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ്? പക്ഷെ ഞാൻ അധികം സ്കിൻ കെയറിൻ്റെ വീഡിയോസ് ആട്ടോ കണ്ടിട്ടുള്ള, പേപ്പറും കൊണ്ടുള്ള സ്കിൻ കെയർ. ഓക്കെ, ഇനി അടുത്ത ബൗൾ ഉണ്ടാക്കുക ഇതുപോലെ തന്നെ. പക്ഷേ കട്ട് ചെയ്യേണ്ടത് ഞാൻ ഈ കാണിക്കുന്ന പോലെയാണ് കേട്ടോ. ഇനി നമുക്ക് മുട്ടയാണ് വേണ്ടത്. അപ്പോൾ മൊത്തം 4 മുട്ട ഞാൻ പേപ്പറിൽ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച ഒരു രൂപത്തിലുള്ള 4 കൂടിയും വേണം കേട്ടോ. പിന്നെ ഒരു ക്രാക്കായിട്ടുള്ള ഒരു മുട്ടയും കൂടിയും. അത് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒരു ഹാൻഡ് മിക്സർ ആട്ടോ വേണ്ടത്. വിസ്കർ എന്നൊക്കെ പറയില്ലേ, ആ സാധനം. ഇത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും കുഴപ്പമില്ല. ഇനി അടുത്തത് ഈ ഒരു മഞ്ഞ ഷേപ്പിലുള്ള ഈ ഒരു സാധനം. ഇനി നമുക്ക് കുറച്ച് ഫ്ലോറും ഷുഗറൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ചെടുക്കാം. ഇനി വരച്ചെടുത്തതിനൊക്കെ കളർ കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ എന്നൊക്കെ ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ കുളമായിട്ടേ ഉള്ളൂ. പക്ഷെ പേപ്പറിലുണ്ടാക്കിയാൽ അങ്ങനെ പേടിക്കണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഈ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ബട്ടർ എന്ന് പറഞ്ഞ സാധനം കണ്ടോ, അതൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഈ 2 സാധനങ്ങളൊന്ന് ഒട്ടിച്ചു കൊടുത്തു. ബട്ടറിൻ്റെ പാക്കേജാണ് കേട്ടോ നമ്മൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബട്ടർ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരുപാട് സാധനങ്ങൾ വരയ്ക്കാനുണ്ട് കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, പിന്നെ ഈ ഒരു റെസിപ്പി ഉപയോഗിച്ചിട്ട് ആരും കേക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു സാധനങ്ങൾ വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് കളർ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു അവനും പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുന്ന ഒരു മോൾഡൊക്കെ ഉണ്ടല്ലോ, ഒരു പാത്രം, അതൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു റെഡ് കളറിലുള്ള 2 സാധനങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്ട്രോബെറി ഞെട്ടി വേറെയും സ്ട്രോബെറി ആയിട്ട് വേറെയും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ട്രോബെറിൻ്റെ മേലെ ഈ ഞെട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് പറിച്ചെടുക്കാനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ആ പാത്രം ഉണ്ടല്ലോ, കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ്, അതൊന്ന് തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയും കുറച്ചും കൂടി വരക്കാനുണ്ട് കേട്ടോ. ഈ അവൻ ഉണ്ടല്ലോ, നമ്മൾ വരച്ചെടുത്ത അവൻ, അതിനൊരു ഡോറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വരച്ചെടുക്കുക. പിന്നെ കേക്ക്, പ്ലേറ്റ്, ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളും അതൊക്കെ ഒന്ന് വരച്ചെടുക്കുക. അതിനൊക്കെ ഒന്ന് കളർ കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ റെഡ് കളറിൽ കാണുന്നത് കേക്കാണ്. പിന്നെ പിങ്ക് കളറുള്ളത് പ്ലേറ്റ്. ബാക്കിയൊക്കെ ഫ്രോസ്റ്റിങ്ങും സ്ട്രോബെറിയും പിന്നെ ക്യാൻഡിൽസും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഇനി നമ്മുടെ അവനുണ്ടല്ലോ, അതും ആ ഡോറും തമ്മിലൊന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ബട്ടറൊക്കെ ചെയ്തെടുത്തില്ലേ, അതേപോലെ തന്നെ. നിങ്ങൾ കണ്ടു തീർത്ത 1 മിനിറ്റിൻ്റെ ഷോട്ടുണ്ടല്ലോ, അത് എൻ്റെ ഒരുപാട് ടൈമിൻ്റെ വർക്കിൻ്റെ ഒരു റിസൾട്ടായിരുന്നു. കണ്ടപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ലെങ്കിലും ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ടൈം ഒരുപാട് സ്പെൻഡും ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കുറച്ച് തീപ്പെട്ടിയും മറ്റേ പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കളർ കൊടുത്തിട്ട് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വരച്ചെടുക്കൽ മാത്രമായിരുന്നില്ല, ഇതൊക്കെ എഡിറ്റ് ചെയ്യൽ, പിന്നെ ഒരു ASMRൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൗണ്ട് എഫക്ട്സ് ചേർക്കൽ, അങ്ങനെ എല്ലാം കൂടെ ഞാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണോ, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഈ ഷോർട്സ് ഇനിയും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ ഇടയിൽ കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരച്ച പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതൊക്കെ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മഞ്ഞ ഷേപ്പിലുള്ള ഒരു സാധനം, പിന്നെ ഒരു റെഡ് ഷേപ്പിലുള്ള സാധനം, അതൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല, പക്ഷേ വീഡിയോ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട്, അപ്പോൾ എന്തായാലും കാണുക. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ. എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതിഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.